ഗായ്സ്, വിഷലക്ഷ്മിയുടെ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് അവൾ ഈ തൊലിഞ്ഞ ഗെയിം പുറത്തെടുക്കുന്നത്. ഇതേപോലത്തെ ഒരു വിഷത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഉള്ളൊരു വിഷം, ഇതേപോലത്തെ ചീപ്പ് കണ്ടന്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിഷം. സംഭവം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ മസ്താനിയെ ഒനീൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കണ്ടന്റാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒനീൽ താഴോട്ട് വീഴാൻ പോയതാ. അപ്പം അറിയാണ്ടൊന്ന് കയറി പിടിച്ചതാണ്. അത് ആർക്കും കണ്ടാൽ മനസ്സിലാവും, അറിയാണ്ടൊന്ന് പിടിച്ചതാണ് അവളെ. അതപ്പം തന്നെ ഒനീൽ സോറി പറഞ്ഞ് സോൾവ് ചെയ്ത് വിട്ട. പക്ഷേ മസ്താനിക്ക് അത് കുറച്ച് ബാഡായിട്ട് തോന്നി, കുറച്ച് ബാഡ് ടച്ചായിട്ട് തോന്നി. അത് അവളെ പറയാൻ പറ്റത്തില്ല, അത് അവൾക്ക് തന്നെ തോന്നുന്നൊരു കാര്യമില്ല, ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ. അപ്പം അവള് നൈസായിട്ട് ചെന്ന് ഈ ലക്ഷ്മിയോട്, ഈ വിഷലക്ഷ്മിയോട് ചെന്ന് കാര്യം അവതരിപ്പിച്ച്. മസ്താനി പ്രത്യേകിച്ച് പറഞ്ഞ്, ഇതൊരു പബ്ലിക്കായിട്ട് പറയണ്ട, ഇത് നൈസായിട്ട് ചെറുതായിട്ട് ഡീൽ ചെയ്ത് വിട്ടാൽ മതി, വേറെ ആരും ഒന്നും അറിയണ്ട, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ആ ഒരു രീതിയിൽ മസ്താനി പറഞ്ഞായിരുന്നു. പക്ഷേ ഈ വിഷം വെറുതെ ഇരിക്കുമോ? അവൾക്ക് കിട്ടിയ അടുത്ത സൂപ്പർ കണ്ടന്റ് അല്ലേ ഇത്. അവൾ നേരെ പോയി അങ്ങ് ഒനീലിനോട് പറഞ്ഞ്, അവർ വാഷ്റൂമിൽ നിൽക്കുമായിരുന്നു. ഒനീലാണെങ്കിൽ മൈക്കൊന്നും ഇല്ലാണ്ട് മുഖം കണ്ട് കഴുകാൻ പോവായിരുന്നു. അപ്പം ഇവള് ചെന്ന് നേരെ വന്നപ്പോൾ കണ്ട് മൈക്കില്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവൾ പറഞ്ഞ്, പോയി മൈക്കിട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാനുണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് സംഭവിച്ച എൻ്റെ പൊന്നോ, മസ്താനിക്കില്ലാത്തൊരു കുഴപ്പമായിരുന്നു ഇവൾക്ക്. എവളെ എന്നാക്കെയാ പറയുന്നത്? അവൻ അറിഞ്ഞുകൊണ്ട് കയറി പിടിച്ചതാണ്, നിങ്ങൾക്ക് സാമാന്യ മര്യാദയില്ല, പേഴ്സണൽ സ്പേസ് ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒനീൽ ചോദിക്കുന്നുണ്ട്, നീ അത് കണ്ടോ? ഇത് അവനും മസ്താനും തമ്മിലുള്ള പ്രശ്നമാണ്, നീ എന്തിനാണ് ഇടപെടുന്നത്? ഇത് കാര്യമില്ലേ? അവൾ എന്തിനാണ് ഇടപെടുന്നത്? മസ്താനിക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു, മസ്താനി അവനെ സംസാരിച്ച് തീർത്തേനെ. അവൾ എവിടെയൊന്നും ഇല്ലാത്തൊരു മൊട, എൻ്റെ പൊന്നോ, ഈ മസ്താനിക്കില്ലാത്തൊരു കുഴപ്പമാണ് അവൾക്ക്. ഇത് മസ്താനി പബ്ലിക്കായിട്ട് പറയേണ്ടെന്ന് പറഞ്ഞ സാധനം ഇവളങ്ങ് അലറി എല്ലാവരെയും വിളിച്ചറിയിച്ച്. എന്നിട്ട് ഇവള് പറയുക, എവിടെ പോയാലും ഒരു 50 സെൻറ്റിമീറ്റർ സ്പേസ് ഇട്ടിരിക്കണമെന്ന്. നമുക്ക് ചിലയിടത്തൊക്കെ എങ്ങനെ പറ്റും 50 സെൻറ്റിമീറ്റർ സ്പേസ് ഇട്ട് വെക്കാം, പക്ഷേ ഭയങ്കര തിരക്കൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ എങ്ങനെ പറ്റും 50 സെൻറ്റിമീറ്റർ കറക്റ്റ് അളന്നെടുത്ത് സ്പേസ് ഒക്കെ വെട്ടിരിക്കാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇവൾക്ക് തന്നെ വല്ല ആണുങ്ങളോട് ഇത്ര വെറുപ്പുണ്ടോ? ഇവളൊരു ഡിവോഴ്സിയാണ്, അപ്പം അതിൻ്റേതായ എന്തെങ്കിലും കുഴപ്പമാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ കുറച്ച് തൊട്ടില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യം പറഞ്ഞായിരുന്നു. അതെല്ലാം ഇവളുടെ ഒരു സ്വഭാവത്തിനെ സൂചിപ്പിക്കുന്നു. ഇത് ഇങ്ങനത്തെ ചീപ്പ് കണ്ടന്റ് ഇവള് പിടിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവള് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാറും, ആൾക്കാർ ഇവളെ നാറ്റിക്കും. ഇമാതിരി ചിന്തയുള്ള ഒരുത്തി ഈ കാലത്തും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ര ഒരു 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 എന്താ ഇപ്പം പറയാ, ഒരുമാതിരി ഒരു വല്ലാത്ത സ്ത്രീ തന്നെ ഇത്. എന്തായാലും നമുക്ക് കണ്ടറിയാം അവളിനി എത്ര കാലം അവിടെ വാഴുമെന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിഷലക്ഷ്മിയുടെ ഈ ഒരു ഗെയിമിനെ പറ്റി? കമൻറ്റ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.